ഹായ് ഗൈസ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ച മീനാണ് അയലക്കുഞ്ഞ്. നമ്മുടെ അയലക്കുഞ്ഞ് ചട്ടിയിൽ കിടന്ന് പിടയ്ക്കുകയാണ് ഗൈസ്, പിടയ്ക്കുകയാണ്. അത് കണ്ട് ഞങ്ങളുടെ കറമ്പിമോക്ക് ഒരു ഭയങ്കര വിഷമം. എനിക്കൊരെണ്ണം തന്നെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീൻ വൃത്തിയാക്കി കറമ്പിക്കും കുറച്ച് വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവൾക്ക് സമാധാനമായി. അപ്പം കുറച്ചൊരു 5-6 മീനെ ഞാൻ വറുക്കാൻ വേണ്ടി എടുത്തിട്ട് ബാക്കി മീനെ ഇക്കായെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് 5-6 മീനെ എടുത്തുകൊണ്ട് എഴിച്ചതാ ബാക്കിയുള്ള പരിപാടിയിൽ ആരംഭിക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ എൻ്റെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തപ്പിപ്പറക്കി എടുക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലയും എല്ലാം തപ്പിപ്പറക്കി എടുത്തുകൊണ്ട് മീനെ ഒന്ന് കുളിപ്പിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ മീനിനെ ഞാൻ മുളക് പൊടിയിൽ കുളിപ്പിച്ച് നല്ല മേക്കപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് അവിടെ അങ്ങനെ നിവർത്തി കിടത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കാണാൻ ഇത്തിരി ഭംഗിക്കുറവ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കരിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് അടച്ചങ്ങ് വെച്ച്. എന്തിനാണെന്നറിയോ, ഇക്കായെ വെയിറ്റ് ചെയ്യുകയാണ്. ബാക്കിയുള്ള മീനൊക്കെ വൃത്തിയാക്കി എടുക്കുകയല്ലേ, അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ എല്ലാമൊക്കെ വൃത്തിയാക്കി എടുത്ത് മീൻ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കി കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കട്ട വെയിറ്റിങ്ങാണ് മീൻ പറക്കി ഇട്ട് കൊടുക്കുക. നല്ല ചുമന്ന് തുടുത്തിരിക്കുന്ന മീൻ പിറക്കി ഇടുകയാണ് ഗൈസ്. കണ്ടോ, മേക്കപ്പ്, നല്ല മേക്കപ്പിലാണ് മീൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഒറിജിനൽ നാടൻ ചക്ക കണ്ട ഗൈസ്. വരവ് ചക്ക അല്ല, ഇവിടെ വളർത്തിയ ചക്ക, നാടൻ ചക്ക. നമ്മൾ വളർത്തിയല്ല, വളർത്തിയതാ, വളർന്ന. കണ്ടോ ഗൈസ്, ഞങ്ങൾ വളർത്തിയ ചക്കയല്ല, മറ്റാരോ വളർത്തിയ ചക്ക. പൊന്നേ കരളെ പോറ്റേന്ന് പറഞ്ഞ് വളർത്തിയ ചക്കയാണ് ഗൈസ് ഈ കിടക്കുന്നത് പാത്രത്തിൽ. കണ്ടോ, മുറിച്ച സമയത്തൊക്കെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ആ ചക്ക മുറിച്ചപ്പോൾ. പക്ഷെ തിന്ന സമയത്ത് അതൊന്നുമില്ല. അപ്പം അതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്ത് എൻ്റെ അംഗത്തിലോട്ട് ഞാൻ കടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നലത്തെ അയല ഇന്ന് കറിയാണ്. ഇന്നത്തെ കറി കണ്ടു. ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെറിയ ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങോട്ട് ആദ്യമേ വരണ്ട് വന്നതിന് ശേഷം അരപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് മീനൊക്കെ പറക്കിയിട്ട് വേവിച്ച് പറക്കിയൊക്കെ എടുക്കാം. ഒരു പ്രത്യേക സ്റ്റൈലായിട്ടിരിക്കട്ടെ എന്നൊക്കെ കരുതിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കണത്. പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ വല്ലതൊക്കെ പറഞ്ഞും ചെയ്തുമൊക്കെ നിൽക്കാം എന്നുള്ള ഐഡിയയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതാ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങും സവാളയും ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ പച്ചമുളക് ചേർക്കുന്നത്. പച്ചമുളകൊക്കെ ചേർത്തത് ആറഞ്ചം പുറഞ്ഞനെ വെട്ടി വാരി കൂട്ടി വെക്കുകയാണ്. കണ്ട, ഇനി ഇത് കൊണ്ടൊരു മെഴുക്ക് പുരട്ടി, അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ഇതിൻ്റെ വേവിപ്പൊക്കെ അങ്ങ് ഒരുവിധമൊക്കെ ഒതുങ്ങും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേസ് നോക്കിക്കേ, കറമ്പി എന്തോ മണക്കുന്നു എന്നും പറഞ്ഞ് എൻ്റെ അടുക്കളയിൽ കയറി അങ്ങ് നേരങ്ങയാണ്. ലാസ്റ്റ് ഒന്നും കിട്ടാതായപ്പോൾ എൻ്റെ മുഖത്തോട്ട് നോക്കി ഒരാക്കലും ആക്കിയിട്ട് അവളങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ കറിയും ആയി, എൻ്റെ വിഴുക്കും അടുപ്പിലോട്ടായി. അങ്ങനെ ഏകദേശമൊക്കെ എല്ലാമൊക്കെ ഒതുങ്ങിയൊക്കെ വന്നു.